ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്. ഇന്നും മറക്കാതെ ഞെട്ടലോടെ ഓർക്കുന്ന ഒരു കഥ. 1984 ജനുവരി 21 ഹരിപ്പാടുള്ള ഒരു തിയേറ്ററിൽ നിന്നും ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും 3 കിലോമീറ്റർ അകലെയുള്ള എന്റെ ഗ്രാമത്തിലേക്കുള്ള അവസാന ബസ്സും പോയി കഴിഞ്ഞിരുന്നു. കുറെ കാത്തു നിന്നിട്ടും ഓട്ടോയൊന്നും കാണാതെ പതിയെ നടക്കാൻ തീരുമാനിച്ചു. 3-4 പേർ സിനിമ കണ്ട് മുൻപിലുണ്ട് എന്നത് ആശ്വാസമായെങ്കിലും അധികം താമസിയാതെ അവരും അടുത്ത തെരുവിൽ എന്നെ ഒറ്റയ്ക്കാക്കി കടന്നുപോയി. മുനിഞ്ഞു കത്തുന്ന വഴിവിളക്കുകൾ മാത്രം എനിക്ക് കൂട്ടിന്. മുന്നിൽ നീണ്ടു വളഞ്ഞു കിടക്കുന്ന വിജനമായ വഴി. അല്പം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നൊരു കാർ എന്നെ കടന്നുപോയി. ഒരു അംബാസഡർ കാർ. ഇടയ്ക്കിടെ ഏതെങ്കിലും വാഹനം വരുന്നത് എത്ര ആശ്വാസമാണെന്ന് ഞാൻ കരുതി. അടുത്ത വളവിലെത്തിയപ്പോൾ അതാ ആ കാർ തിരിച്ചു വരുന്നു. എന്നെ കടന്നുപോയപ്പോൾ അതിന്റെ വേഗത കുറഞ്ഞിരുന്നു. അകത്തുള്ളവർ എന്നെ സൂക്ഷിച്ചു നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്കെന്തോ പന്തികേട് തോന്നി. ഞാൻ ധൃതിയിൽ നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും വീണ്ടും ആ കാറിന്റെ ശബ്ദം. ഞാൻ വിയർത്തു കുളിച്ചു. ഇത്തവണ ആ കാർ എന്റെ അടുത്ത് നിർത്തി. ഉള്ളിൽ 2-3 പേരുള്ളത് ഇരുട്ടിൽ അവ്യക്തമായി ഞാൻ കണ്ടു. ഒരാൾ എന്നോട് ചോദിച്ചു, എന്താ ഒറ്റയ്ക്ക്? ഞാൻ വിക്കി പറഞ്ഞു, ലാസ്റ്റ് ബസ് പോയി. കാറിനുള്ളിൽ നിന്നും മദ്യത്തിന്റെ ഗന്ധം എനിക്ക് അനുഭവപ്പെട്ടു. എന്തോ ഒരു അപകടം വരാൻ പോവുകയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞു. വേണ്ട, എന്റെ വീട് ഇവിടെ തന്നെയാ. അത് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് നടന്നു. ഓടി എന്ന് പറയുന്നതായിരിക്കും ശരി. റോഡിന്റെ വശത്ത് കണ്ട വീടിന്റെ തുറന്നു കിടന്ന ഗേറ്റിലൂടെ ഞാൻ ഉള്ളിലേക്ക് നടന്നു. കാർ പെട്ടെന്ന് തന്നെ എന്നെ കടന്നുപോയി. അപ്പോൾ ഞാൻ ആ കാറിന്റെ നമ്പർ ശ്രദ്ധിച്ചു. KLQ 7831. പിന്നെ ഒരു പ്രാവശ്യം കൂടി ആ കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോയി. അവസാനം കടന്നുപോയപ്പോൾ അതിനുള്ളിൽ മറ്റൊരാൾ കൂടി ഉള്ളതായി എനിക്ക് തോന്നി. അത്രയും സമയം ഞാൻ ആ വീടിന്റെ വശത്തുള്ള ഒരു മരത്തിന്റെ മറവിൽ വിറങ്ങലിച്ചു നിൽക്കുകയായിരുന്നു. അന്ന് എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി ക്ഷീണം കൊണ്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് മുറ്റത്ത് അച്ഛനും അമ്മയും സംസാരിക്കുന്നു. എടി, നീ അറിഞ്ഞോ? കവലയിൽ പറയുന്നത് കേട്ടതാ. നമ്മുടെ തണ്ണീർമുക്കം തഴക്കര നെൽവയലിൽ ഒരു അംബാസഡർ കാർ കത്തിക്കിടക്കുന്നു. അകത്ത് ഒരു കരിഞ്ഞ ശവവും. പിറ്റേന്ന് പത്രത്തിൽ ആ വാർത്തയുണ്ടായിരുന്നു. കാറിന്റെ നമ്പർ വായിച്ച് എന്റെ ഹൃദയം നിലച്ചുപോയി. KLQ 7831. അന്ന് രാത്രി എന്നോട് വരുന്നോ എന്ന് ചോദിച്ചത് സാക്ഷാൽ സുകുമാരക്കുറുപ്പായിരുന്നു. എനിക്ക് പകരം തീയിൽ കത്തിയമർന്നത് പാവം ഫിലിം റെപ്രസെന്റേറ്റീവ് ചാക്കോയും. ഇന്ന് ചാക്കോപ്പാടം എന്നറിയപ്പെടുന്ന ആ നെൽവയൽ കാണുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. എനിക്ക് പകരം എരിഞ്ഞമർന്ന ചാക്കോയെ ഓർക്കും. ഇനിയും പിടിക്കപ്പെടാത്ത ക്രൂരനായ ആ താടിക്കാരനെയും.